അസ്സലാമു അലൈക്കും. ഈ ഒരു വോയിസ് നിങ്ങൾ കേട്ടു നോക്കൂ. തഖബ്ബലല്ലാഹു മിന്നാ മിൻകും. പിന്നെ എന്തുണ്ട്, ഇപ്പൊ നടുവേദന കാര്യങ്ങളുണ്ടോ? ഇൻഷാ അല്ലാ. തന്നെ എൻ്റെ അഭിപ്രായം. ഇൻഷാ അല്ലാ, ഇൻഷാ അല്ലാ. ഇല്ല, ഞാൻ അവിടുന്ന് പോയ സമയത്തുള്ള അതേ ലെവലിൽ തന്നെ ഇപ്പൊ അങ്ങനെ പോകണം. എക്സസൈസ് ഒക്കെ സ്റ്റാർട്ട് ആകും, കാരണം നോമ്പെല്ലാം ആയതുകൊണ്ട്. ഇനിയിപ്പോൾ ഇൻഷാല്ലാ ചെറുങ്ങാൻ തുടങ്ങി. ഇനിയിപ്പോൾ നോമ്പ് കഴിഞ്ഞില്ലേ, ഇനിയിപ്പോൾ ഇന്ന് മുതൽ രാത്രി മുതൽ ഇൻഷാല്ലാ ഇറങ്ങും. വേദന ആയിട്ടില്ല. കാലിൻ്റെ ആ വലിച്ചല് അവിടുന്ന് ഞാൻ പറഞ്ഞില്ലേ, വന്ന 2 ദിവസത്തെ ട്രീറ്റ്മെന്റ് എന്ന ഒരു വ്യത്യാസം ഞാൻ പറഞ്ഞില്ല. ആ വ്യത്യാസം ഇപ്പോഴും അങ്ങനെ ഉണ്ട്. അൽഹംദുലില്ലാ. എനിക്ക് തോന്നുന്നു ഞാൻ അവിടുന്ന് അഡ്മിറ്റ് ആയ ശേഷം നിങ്ങളടുത്ത് വരാനും നിങ്ങളിത് ഇത്രയും 3-4 ദിവസം ചെയ്യുവാൻ അൽഹംദുലില്ലാ നല്ല ഹൈറാണ്. എനിക്ക് തോന്നുന്നു അവിടെയാണ് നിങ്ങളടുത്ത് വന്ന ശേഷമുള്ള ഒരു മാറ്റം എൻ്റെ മനസ്സ് പറയുന്നു. എന്തൊരു മാറ്റം ഉണ്ട്. വന്ന ശേഷമാണ് അവിടെ എത്തിച്ച തന്നെ. ഇങ്ങനെ ഇപ്പൊ വലിയ തരിപ്പ് ഇങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. ഞാൻ അന്ന് പറഞ്ഞ ആ ഒരു സമയം തന്നെ എല്ലാം കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ ഇടക്ക് ഒരു മറ്റേ മുട്ടെടുത്തക്കാലിന്റെ മടക്കിന്റെ അവിടെ ഒരു മേലോട്ടേക്ക് ഒരു വലിയതാണ്. അതൊക്കെ ചില നേരങ്ങൾ കൂടുതൽ നിൽക്കുമ്പോൾ അങ്ങനെയൊക്കെ. ഇൻഷാ അല്ലാ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നമ്മളെ പരിഗണിക്കണം. ഇൻഷാ അല്ലാ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ മെസ്സേജ് വിടും. ഇൻഷാ അല്ലാ ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുക. എവിടെ അങ്ങോട്ട് ഇനി ഒന്നും ഇല്ലാണ്ടിരിക്കട്ടെ. എക്സസൈസ് ഒക്കെ ചെയ്യുന്നുണ്ട്, ഉറങ്ങുമ്പോൾ പില്ലൊക്കെ അങ്ങനെ ചെയ്യുന്നത് കിടക്കുമ്പോൾ. എന്തായാലും ഇൻഷാ അല്ലാ നിങ്ങളത് വന്ന ശേഷം എനിക്ക് ഇത് മാറ്റം വന്നു കേട്ടാണ്, തമാശല്ല. അൽഹംദുലില്ലാ ഖൈർ. എന്തായാലും ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ തന്നെ കാര്യം അങ്ങോട്ടും ആത്മാർത്ഥമായിട്ട് തന്നെ നോക്കണം എന്ന് തന്നെ എൻ്റെ അഭിപ്രായം. ഇൻഷാ അല്ലാ. ഇൻഷാ അല്ലാ, ഇൻഷാ അല്ലാ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തോളൂ. പിന്നെ നമ്മളെ കോഴ്സ് പൂർത്തിയായില്ലെങ്കിൽ പൂർണ്ണമായിട്ട് നമുക്ക് നല്ലൊരു മാറ്റം ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു. സാരമില്ല, ഇൻഷാ അല്ലാ റാഹത്താവും. അതെ അതെ, ഞാനിങ്ങനെ പെട്ടെന്ന് പ്ലാൻ ആക്കിയിട്ടില്ല വരുമ്പോൾ. എന്തായാലും 3-4 ദിവസം നിങ്ങൾ നിന്നില്ല, അതിന്റെ മാറ്റം എനിക്കുണ്ട്. അപ്പോൾ ഒരാഴ്ചയും കൂടി 10 ദിവസം കൂടി ഇന്ന് എന്തായിരിക്കും അല്ലേ? എന്തായാലും ഇൻഷാ അല്ലാ അൽഹംദുലില്ലാ 3-4 ദിവസത്തെ മാറ്റം എനിക്ക് കണ്ടിട്ടുണ്ട്. പറഞ്ഞത് തുടക്കം തന്നെ എനിക്ക് നിങ്ങൾ നല്ല, പിന്നെ ലാസ്റ്റത്തെയും ഒന്നാമത്തെ ദിവസം 4-ാമത്തെ ദിവസം കുറച്ചും കൂടി ഡീപ്പായിട്ട് കിട്ടിയത് ചികിത്സ. അവനൊക്കെ നല്ല മാറ്റം അതിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റത്തേതും പിന്നെ 3-ാമത്തും 4-ാമത്തും പിന്നെ പോകാൻ കൊണ്ട് അത്യാവശ്യം നോക്കി ചെയ്തിട്ട് പിന്നെ ജാമ്യം ചെയ്തപ്പോൾ അവിടെയും കുറെ വ്യത്യാസം വന്നു. എന്തായാലും ഇൻഷാ അല്ലാ വന്നതിലൊക്കെ ഇപ്പൊ ഇവിടുത്തെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ യുദ്ധവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇൻഷാ അല്ലാ എത്രത്തോളം നിൽക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഇന്നല്ല ജോലിയിൽ തന്നെ കുറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാ എന്തായാലും ഖൈറായ രീതിയിൽ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. നിങ്ങളും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ പോലും. ഇൻഷാ അല്ലാ നിങ്ങൾ തന്നെ വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ നോക്കിയിരുന്നു. അതിന്റെ ഫലം അൽഹംദുലില്ലാ. അപ്പൊ നിങ്ങൾ പിന്നെ സ്റ്റീമൊക്കെ എന്നോട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. നമ്മളിതിന് പെട്ടെന്നുള്ള പരിപാടിയുണ്ടല്ലോ. എന്തായാലും ഞാൻ അവിടെ എത്തിയത് ഒരു കൈപ്പുണ്യായിട്ട് ഞാൻ കരുതുന്നത് നിങ്ങളെ. ഇൻഷാ അല്ലാ. പിന്നെ ഈ ജാമ്യം കൂടി ചെയ്ത നമ്മൾ ലാസ്റ്റ്. ഇദ്ദേഹം ലുലുവിൽ ദുബായിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഇദ്ദേഹത്തിന്റെ നടുവിന് നല്ല പ്രയാസമായിട്ട് ഒരുപാട് കാലമായി. നടുവേദനയാണ്, കാലിന് വലിച്ചിലാണ്, സയാറ്റിക്കിന്റെ പ്രോബ്ലം ഒക്കെ ഉണ്ട്. അപ്പൊ ഇത് ഒരുപാട് കാലമായി ഇദ്ദേഹം ബുദ്ധിമുട്ടുന്നു. അവസാനം ലുലുവിൽ നിന്നും ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി നാട്ടിലേക്ക് വന്ന ആളാണ്. ഇവിടെ വന്ന് ഒരുപാട് ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ അവിടുന്നൊക്കെ പറഞ്ഞത് ഓപ്പറേഷൻ ആണ് പറഞ്ഞത്. അങ്ങനെ അദ്ദേഹം ഇവിടേക്ക് വന്നു. ഞാൻ പറഞ്ഞു കുറച്ച് നാൾ ഓപ്പറേഷൻ ചെയ്യില്ല, നിങ്ങൾ നമുക്ക് കുറച്ച് നാൾ ചെയ്ത് നോക്കാം, എന്നിട്ട് മാറ്റമില്ലെങ്കിൽ നിങ്ങൾ ഓപ്പറേഷൻ ചെയ്തോ എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിനെ മോട്ടിവേറ്റ് ചെയ്തു. അദ്ദേഹത്തിനുള്ള ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ കുറച്ച് നാളത്തെ കോഴ്സാണ് പറഞ്ഞത്. അതായത് സിറ്റിംഗ് കുറച്ചധികം വേണമായിരുന്നു. പക്ഷേ ഒരു 3 സിറ്റിങ്ങോ 4 സിറ്റിങ്ങോ മറ്റോ അദ്ദേഹം ഉണ്ടായിട്ടുള്ളൂ. അദ്ദേഹത്തിന്റെ ജോലിക്ക് ഭീഷണി ആയതുകൊണ്ട് അവസാന സമയത്താണ് എൻ്റെ അടുത്തേക്ക് വരുന്നത്. ജോലിക്ക് ഭീഷണി ആയതുകൊണ്ട് അദ്ദേഹത്തിന് ഉടനെ ദുബായിലേക്ക് പോവേണ്ടി വന്നു. യുദ്ധകാലമായിട്ട് പോലും അദ്ദേഹം മസ്കറ്റിൽ പോയി പിന്നെ അങ്ങനെ ദുബായിലേക്ക് എത്തുകയാണ് ചെയ്തത്. വളരെ പ്രയാസപ്പെട്ടിരുന്നു പോകാനൊക്കെ. ഏതായാലും അദ്ദേഹത്തിന്റെ ഒരു വോയിസ് നോട്ടാണിത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ നടുവേദന, കാല് തരിപ്പ്, മറ്റുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മുടെ ലംബാറിലുള്ള പ്രശ്നമാണെങ്കിൽ, അതുപോലെ നമ്മുടെ പെരടിയിൽ ഉണ്ടാവുന്ന സർവിക്കൽ ഉണ്ടാവുന്ന പ്രശ്നമാണെങ്കിൽ, കൈക്ക് തരിപ്പ്, കൈവേദന, ഷോൾഡർ വേദന, ഈ ഒരു പ്രശ്നങ്ങൾക്ക് ഉടനെ ഓപ്പറേഷൻ ചെയ്യാൻ നിൽക്കല്ലേ.
ഓപ്പറേഷൻ നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പോലത്തെ തെറാപ്പിസ്റ്റുകൾക്കും പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതിനുശേഷവും പ്രശ്നങ്ങൾ വരും. എൻ്റെ അടുത്ത് മറ്റൊരു സുഹൃത്ത് വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം 10 വർഷം മുമ്പ് ഓപ്പറേഷൻ ചെയ്തതാണ്. ഇപ്പം വീണ്ടും കാല് തരിപ്പ് കാര്യങ്ങൾ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വന്നു. ഞാൻ പറഞ്ഞു എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഓപ്പറേഷൻ ചെയ്തെടുത്ത് അവരെന്താ അവിടെ ചെയ്തതെന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അനക്കുമ്പോൾ പിടിക്കുമ്പോൾ ഒക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ഒഴിവാക്കുകയാണ് ചെയ്തത്. ഓപ്പറേഷൻ ചെയ്യാതെ തന്നെ നമ്മുടെ നടുവേദനയും മുട്ടുവേദനയും അതുപോലെ സയാറ്റിക്ക പ്രോബ്ലങ്ങളും കാൽ തരിപ്പുകളും കൈ തരിപ്പുകളും ഒക്കെ മാറ്റാൻ നമുക്ക് സംവിധാനമുണ്ട്, ട്രീറ്റ്മെന്റ് ഉണ്ട്. അതിലേക്ക് മടങ്ങുക.